മനുജ, ശശി തരൂർ നമ്മളെ വീണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം പ്രതിഷേധം എന്ന രീതിയിൽ ഒരു ഇതുണ്ടായി, ഒരു എന്താ പറയുക, ഒരു മതിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം അതിജീവിച്ച് ശശി തരൂർ എല്ലാത്തും ബ്രസീലിലടക്കം എത്തി നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷ എന്തൊക്കെയാണ് ചെയ്യുന്ന നടപടികൾ എല്ലാം കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. ഇന്ത്യയുടെ തന്ത്രങ്ങൾ എന്തായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ വീണ്ടും ബ്രസീലിൽ ആവർത്തിക്കുകയുണ്ടായി. അതായത് അവിടുത്തെ ബ്രസീലിയൻ പ്രസിഡന്റിന്റെ മുഖ്യ ഉപദേശകൻ ലുല ദസിൽവയുമായിട്ട് സംസാരിക്കുന്നു. അവിടെ ഇന്ത്യയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു, പാകിസ്ഥാൻ നമ്മളോട് എന്താണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൊളംബിയയിലും വിശദമായ ഒരു കൃത്യമായിട്ട് കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ബ്രസീലിലെത്തുന്നത്. കൊളംബിയയിലും ഇതുപോലെ തന്നെയായിരുന്നു. കൊളംബിയയിലും ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുന്നു. അവിടെ പാകിസ്ഥാനെ പിന്തുണച്ചൊരു നടപടി ഉണ്ടായി. അതിനെല്ലാം അവരെ കൊണ്ട് തന്നെ പിൻവലിച്ചത്, അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിവെച്ച ശേഷമാണ് ഇവിടെ ബ്രസീലിലെത്തുന്നത്. അവിടെയും ശശി തരൂർ നമ്മുടെ രാജ്യത്തിന്റെ കൃത്യമായ കാര്യങ്ങൾ, നമ്മൾ തീവ്രവാദത്തിനെതിരെയാണ് പോരാടുന്നത്, പാകിസ്ഥാനെതിരെ അല്ല. മാത്രമല്ല നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് പ്രതികാരം തീർക്കുകയാണ്, ഇതാണ്, അതായത് തീവ്രവാദത്തിനെതിരെ പ്രതികാരം തീർക്കുകയാണെന്നൊക്കെയാണ് ബ്രസീലിൽ വന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും, അതായത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഒരുപാട് കുത്തലുകൾ കിട്ടിയതിനു ശേഷം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി, ഇന്ത്യയുടെ ശബ്ദമായി അദ്ദേഹം വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള നിലപാടുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ ഓരോ വാക്കുകളും ഇന്നിപ്പോൾ നമ്മളെ പോലെ തന്നെ പാകിസ്ഥാൻകാരും ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നതനുസരിച്ച്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടല്ലേ തോന്നുന്നത്? തീർച്ചയായിട്ടും ശരത്, അതായത് എന്താണ് ഭീകരവാദ പ്രവർത്തനം, അതെങ്ങനെയാണ് ഒരു രാജ്യം പ്രതിരോധിക്കേണ്ടത്, പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ളൊരു സ്റ്റേറ്റ് സ്പോൺസർഷിപ്പിൽ തന്നെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് ലോകത്തിന് ഭീഷണിയാണെന്ന് തുറന്നു കാണിക്കാൻ ശശി തരൂർ അടക്കമുള്ള സർവകക്ഷി സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രത്യേകിച്ച് ശശി തരൂരിന്റെ ഒരു എക്സ്പോസ് വലിയ രീതിയിൽ ചർച്ചയാവുന്ന അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഹമാസ് ബന്ധികളെ ഏറ്റവും പെട്ടെന്ന് വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന ഒരു റാലി സമാധാനപരമായി നടന്നിരുന്നു. ഈ റാലിക്ക് നേരെ ഫ്രീ പലസ്തീൻ എന്ന് പറയുന്ന ഹമാസ് സപ്പോർട്ടറായിട്ടുള്ള ഒരാൾ തീവ്രവാദ ആക്രമണം നടത്തുന്നു. പെട്രോൾ ബോംബുകൾ ഈ റാലിക്ക് നേരെ വർഷിച്ചുകൊണ്ട് 6 പേർ ഗുരുതരമായ നിലവിൽ ആശുപത്രിയിലാണ്. FBI ഡയറക്ടർ ഉൾപ്പെടെ അതൊരു ഭീകരവാദ ആക്രമണമാണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് ശശി തരൂർ പറഞ്ഞത്, നോക്കൂ, ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണെന്ന് പറഞ്ഞ ശശി തരൂരിന്റെ വാചകങ്ങളെ ലോകം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായി. ഇപ്പോൾ ബ്രസീലിലും പോയി അദ്ദേഹം മിന്നുന്ന താരമായി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതായത് നോക്കൂ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസം നടക്കുന്നു. ശരത്ത് പോയിന്റ് ചെയ്തൊരു കാര്യമുണ്ട്. ഇന്ത്യക്കുള്ളിൽ തന്നെ ശശി തരൂരിനെതിരെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ പരിപാടിയുണ്ട്. അതായത് പൊളിറ്റിക്കലി ശശി തരൂരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാർ തന്നെ നടത്തുന്ന, അദ്ദേഹത്തിനെ ഡൗൺ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കോൺഗ്രസിന് തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇന്ത്യ പാകിസ്ഥാൻ പോലെയുള്ള ദേശവിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കേണ്ടതുണ്ട് എന്ന് ഖാർഗെ പറയുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആരാണിത് ചെയ്യാത്തത് എന്നുള്ളതാണ്. ശശി തരൂരിനെതിരെ സംസാരിക്കുകയും ശശി തരൂരിനെ നോമിനേറ്റ് ചെയ്യാതെയും ഞങ്ങളുടെ പ്രതിനിധികളെ ഞങ്ങൾ പറയുന്നത് മികച്ച ആൾക്കാരെ ഒന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ടെന്ന് വാശി പിടിക്കുകയും ഇപ്പോഴും രാഹുൽ ഗാന്ധി ഇന്ത്യൻ സർക്കാരിനെതിരെ നടത്തിയ പ്രസ്താവന എടുത്താണ് പാകിസ്ഥാൻ മീഡിയ ആഘോഷിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ നമ്മളൊക്കെ എന്തോ തെറ്റ് ചെയ്തു, ഞങ്ങൾ കോൺഗ്രസ്സുകാർ പാവങ്ങളാണേ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളെയും കൂടെ കാണുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ശശി തരൂർ, എനിക്ക് തോന്നുന്നു അവരുടെ സർവകക്ഷി സംഘത്തിന്റെ യാത്രകളൊക്കെ ഏറെക്കുറെ അവസാന പാദത്തിലെത്തി നിൽക്കുകയാണ്. ബ്രസീലും കൂടെ കഴിഞ്ഞാൽ തിരിച്ചെന്തോ അമേരിക്കയിലേക്ക് റിട്ടേൺ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുടെ ഒരു ദൗത്യം, ഇന്ത്യയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അല്ലെ, നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. പരിമിതികളും പോരായ്മകളും ഈ പറഞ്ഞ പോലെയൊക്കെ കുറേയധികം എതിർപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ആത്യന്തികമായി നമ്മൾ മുന്നോട്ട് വെച്ച ഒരു വാർ സ്ട്രാറ്റജിയുടെ എക്സ്റ്റൻഷൻ, ഒരു സ്ട്രാറ്റജിക്കൽ എക്സ്റ്റൻഷൻ തന്നെയായിരുന്നു ഇത്. ആ അർത്ഥത്തിൽ ശശി തരൂർ അദ്ദേഹം നയിച്ച സർവകക്ഷി സംഘം അത് ഏറ്റവും പ്രധാനമായി അമേരിക്കൻ ഐക്യനാടുകളിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ ഒരു ഒബ്സർവേഷൻ. മാത്രമല്ല അതിനകത്ത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ശശി തരൂർ ഈ ദിവസങ്ങൾ ചാർട്ട് ചെയ്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. ഓരോയിടത്തും അസംബ്ലി, അതായത് ഇവിടെ നിയമസഭ ചേരുന്ന പോലെ അവിടെ ഒരു അസംബ്ലി കൺവെൻഷനുകൾ വരുന്നിടത്ത് കൃത്യമായ ഡേകളിൽ ഇവിടെ ഒരു ചാർട്ട് ചെയ്യുന്നു. അവിടുത്തെ പരമാവധി ആളുകൾ ഇപ്പൊ ജനസ്വാധീന സമിതിയുള്ള ആളുകളെ കണക്ട് ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന ഡയറക്റ്റ് പ്രസിഡന്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൊട്ട് താഴെയുള്ള ആളുകളുമായിട്ട് ഉപ വിദേശകാര്യമന്ത്രി അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നു, വിദേശകാര്യമന്ത്രിയുടെ സംസാരിക്കുന്നു. ഇതിലൂടെയൊക്കെ തന്നെ ശശി തരൂർ കൃത്യമായിട്ട് പ്ലാനുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അണികളിലേക്ക് അവരാൾ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇപ്പൊ ഈ ഭീകരവാദം അവിടെ അമേരിക്കയിൽ നടന്നു, നാളെ ശശി തരൂരിന്റെ വാക്കുകൾ ഉദ്ധരിച്ചായിരിക്കും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവിടുത്തെ നാട്ടുകാരോട് സംസാരിക്കുന്നത്. രാഷ്ട്രീയമാണ് അവിടെ.
അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു പ്ലാൻ, ഈ ഒരു കാര്യം ഇന്ത്യ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതാണ് ശശി തരൂരിനെ മറ്റുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ മറ്റുള്ള നേതാക്കളിൽ നിന്നും മാറ്റി നിർത്തുന്നത് അതൊരു ഘടകമാണ്. മാത്രമല്ല ശശി തരൂർ ഇങ്ങനെ വാദിക്കുകയാണ്, നേരത്തെ പറയുമല്ലോ. അപ്പോൾ അവിടെ ഒരു മറ്റൊരു പ്രശ്നം കൂടെയാണ്. ശശി തരൂർ ഇങ്ങനെ ഒരു ഹീറോ പരിവേഷത്തിൽ എത്തുമ്പോൾ, നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവിടെ കാത്തിരിക്കുന്നത് ആലോചിച്ചൊക്കെ തമ്മിൽ തല്ലും താഴെ ഇറക്കാൻ വേണ്ടി വെട്ടി വാളും വെച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് നടുവിലാണ് ശശി തരൂർ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ തന്നെയാണെന്ന് ആരോപിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ചു. നമ്മുടെ ഇപ്പൊ ലോകം അംഗീകരിക്കുന്ന ഒരാള് തിരിച്ച് രാജ്യത്തിലേക്ക് വരികയാണ്, അയാളുടെ സ്വന്തം പാർട്ടിയിലേക്ക് വീണ്ടും പ്രവർത്തനങ്ങൾ നടത്താൻ വരികയാണ്. അപ്പോൾ കാത്തിരിക്കുന്നത് എല്ലാം മസ്റ്റായിട്ട് ഇപ്പം AICC ഹൈക്കമാൻഡ് അടക്കം തീരുമാനം എടുത്തു കഴിഞ്ഞു അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടി. ശശി തരൂർ തിരിച്ചെത്തുമ്പോൾ എന്തായാലും നല്ലൊരു സ്വീകരണമായിരിക്കില്ല ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ അവർക്ക് എവിടെയാണ് നമ്മൾ പക്വത, രാഷ്ട്രീയ പക്വതയുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അവിടെ BJP ഉള്ളവർ ശശി തരൂരിനെ ആഘോഷിക്കുന്നു. ഇവിടെ അവർക്ക് ആ രീതിയിൽ ആഘോഷിക്കാമായിരുന്നു. ഞങ്ങളുടെ ഒരു നേതാവ് ഇതാ ലോകത്ത് പോയിട്ട് വരുന്നു, നല്ല രീതിയിൽ ആഘോഷിക്കാമായിരുന്നു. അതൊരു വോട്ടാക്കി മാറ്റാമായിരുന്നു, വോട്ടാണ് ലക്ഷ്യമെങ്കിൽ. പക്ഷെ അവിടെ നോക്കുക, സ്വയം ശശി തരൂരിനെ അപമാനിച്ച് നാട്ടുകാരുടെ എല്ലാം പ്രതിഷേധവും ഏറ്റുവാങ്ങി സ്വയം നാണം കെടുകയാണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നാണക്കേടായിട്ട് ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഇവിടെ ഇന്ത്യ പാക് യുദ്ധത്തിനെ മാറ്റി നിർത്തി ഇവിടെ നോക്കുക, എന്തൊരു പക്വത ഇല്ലായ്മയാണ്. നമ്മൾ സാധാരണ രാഷ്ട്രീയം നോക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം കൂടിയല്ലേ ഇത്. ഞാൻ ഇന്നലെ ആഷിഖിനോട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശശി തരൂരിനെ വിമർശിക്കുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഒരു പക്ഷെ ലക്ഷ്യമാക്കുന്നത് എന്തായാലും ഇന്ത്യയിൽ ഇനി പിടിച്ചു നിൽക്കാനാവില്ല. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ഘടകം പാകിസ്ഥാനിൽ തുടങ്ങാനുള്ള ഒരു പ്ലാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ചെയ്യില്ല ശരത്. അത് നമുക്കത് തീർച്ചയാണോ? അത് ഈ ഒരു ഇത്രയും പക്വതയില്ലാതെ അവർ സംസാരിക്കില്ല. മാത്രമല്ല ഈ എന്താണ് പാകിസ്ഥാൻ എന്ന് എക്സ്പോസ് ചെയ്യാനും പാകിസ്ഥാന്റെ ഇന്ത്യ ഏറ്റവും പ്രധാനമായും ഈ പാകിസ്ഥാൻ മുന്നോട്ടിരിക്കുന്ന ഒരു കാര്യം ഞങ്ങളെ ആക്രമിക്കുന്ന എന്നുള്ള ഇരവാദ കാർഡുകളാണ്. പക്ഷെ ഇന്ത്യ വളരെ വ്യക്തമായി ശശി തരൂരിന്റെ ആയിക്കോട്ടെ, OWൈസിയുടെ ആയിക്കോട്ടെ, കനിമൊഴിയുടെ ആയിക്കോട്ടെ, ജോൺ ബ്രിട്ടാസിന്റെ ആയിക്കോട്ടെ, ഇവരുടെ പ്രസംഗങ്ങൾ ഉടനീളം ഇവർ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ എത്രയോ വർഷങ്ങളായി പാകിസ്ഥാൻ സർക്കാരിന് മുന്നിൽ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ തുറന്നു കാണിച്ച് തെളിവുകൾ ശേഖരിച്ച് ഇത് പാകിസ്ഥാനിനുള്ളിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം ഞങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവുകളുടെ ഇതാണ്, നിങ്ങൾ നോക്കൂ. പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഞങ്ങളോട് ഒന്നിനും അനുകൂലിക്കുന്ന ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ് പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും ശരത് എന്നെ വളരെ നിരാശയുണ്ടാക്കിയൊരു കാര്യം, ഇവർ സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടെ ഇനിയിപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി ആയിക്കോട്ടെ, എല്ലാവരും ആവശ്യപ്പെടുന്നത് പാകിസ്ഥാന് ലഭിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി പോകുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളിലേക്കാണ്. അവരത് വഴി മാറ്റി ചിലവാക്കുന്നത്. ഹമാസ് എങ്ങനെയാണോ ഇന്റർനാഷണൽ എയ്ഡ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടും പഹൽഗാം അറ്റാക്കിന് ആഴ്ചകൾക്ക് നടന്നതിന് ശേഷവും കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപാണ് വേൾഡ് ബാങ്ക് $40 ബില്യൺ പാകിസ്ഥാന് വികസന പ്രവർത്തനങ്ങൾക്കായി കൊടുക്കുന്നത്. അതായത് IMF ആയിക്കോട്ടെ, വേൾഡ് ബാങ്ക് ആയിക്കൊള്ളട്ടെ, ഈ ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ ഈ ഒരു ചൈന ലോബി ഉണ്ട്, ചൈന അമേരിക്കൻ ലോബി, ഒരു ലോബിങ്ങിന്റെ ഭാഗമായി വീണ്ടും വീണ്ടും എയ്ഡുകൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ആമോസ് വാങ്ങിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ നേതാക്കന്മാർക്ക് മണിമാളുകൾ പണിയാനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്റർനാഷണൽ ഏജൻസികൾക്ക് എന്തുകൊണ്ട് ഇതിനൊരു തിരിച്ചറിവ് ലഭിക്കുന്നില്ല? അല്ലെങ്കിൽ അവർ ആരുടെയൊക്കെ പാവകളാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലേ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ഇന്ത്യക്കാരിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത്തരം പാകിസ്ഥാൻ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു? 1961 ശേഷം 3 വലിയ യുദ്ധങ്ങളും അതുപോലെ തന്നെ 10,000 ചെറിയും വലുതുമായുള്ള അറ്റാക്കുകളും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇന്ത്യ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അപ്പോഴൊന്നും പ്രകോപനപരമായ ഒരു നടപടി എടുത്തിട്ടില്ല. നമ്മുടെ ഭരണ തീരുമാനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കാം. മാത്രമല്ല ഇവിടെ സിന്ധു നദീ ജല കരാറ് നിർത്തലാക്കാൻ തന്നെ ഇന്ത്യയെ പ്രേരിപ്പിച്ചത്, പലവട്ടം ഈ കാര്യം ഓർമ്മിപ്പിച്ചതാണ്, എന്നിട്ടും കേട്ടിട്ടില്ല. ഇന്ത്യ പ്രേരിപ്പിച്ചതും ഇവരുടെ ഈ പ്രകോപനപരമായിട്ടുള്ള രീതിയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത് വിശദീകരിക്കാൻ ഒരാൾ വേണം ലോകത്ത്. കാരണം നമ്മൾ തന്നെ അറിയുന്നത് ഈ ഒരു അറ്റാക്കിന് ശേഷവും ഈ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളും ഓരോ പ്രാവശ്യം വന്ന് പറയുമ്പോഴുമാണ് നമ്മൾ ഇതിന്റെ ഒരു ഗുരുതരവശം നമ്മൾ കൂടി മനസ്സിലാക്കുന്നത്. ആ ഒരു കാര്യം, ആ ഒരു ദൗത്യമാണ് ശശി തരൂരിലെ. അതിന് മികവുണ്ടെന്ന് നമുക്ക് 100% യോജിപ്പുള്ളൂ. നമ്മൾ നമ്മുടെ രാഷ്ട്രീയം കളിക്കുന്നില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇത് നമ്മൾ ശശി തരൂർ എന്ന ഒരാളെ മാത്രമേ, അവിടെ വ്യക്തിയെ മാത്രം, അദ്ദേഹത്തിനുള്ള കഴിവുണ്ട്, അതിന്റെ മെറിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ അംഗീകരിക്കുന്നത്. നമ്മളിപ്പോഴും അദ്ദേഹത്തിന് അനുകൂലമായി സംസാരിക്കുന്നത്. അതാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവർ പാകിസ്ഥാൻ വൈകുന്നു, നമുക്ക് വെള്ളം കിട്ടുന്നില്ല, ഇന്ത്യ തടഞ്ഞു വെച്ചു, ഇതൊക്കെ ഈ ഒരു ഭീകരാന്തരീക്ഷം ഇന്ത്യ കൃത്യമായിട്ട് ഒരു മറുപടി പറഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. ഇതല്ലാതെ രാഹുൽ ഗാന്ധി പോയി പറയാറുണ്ടോ? പ്രധാനമന്ത്രിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെയും അവിടെയൊക്കെ പോയി പറയുന്നുണ്ട്. എന്നാലും നമ്മുടെയൊക്കെ രീതിയിൽ ലോക്കലൈസ് ആയ രീതിയിൽ പല രാജ്യങ്ങളിലും പോയി പറയേണ്ടതുണ്ട്. ശശി തരൂർ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളും നടപടി, കൊളംബിയ അടക്കം, പാനാമ അടക്കം, അതുപോലെ തന്നെ അമേരിക്കയും ബ്രസീലും അടക്കം ഇപ്പോൾ ഇന്ത്യയോടൊപ്പം കൈകോർത്ത് കഴിഞ്ഞു.
ഇനിയും വരാൻ പോകുന്ന ഇതിലൂടെ തന്നെ മറ്റു നമ്മുടെ സർവകക്ഷി പ്രതിനിധികളെല്ലാം തന്നെ പോകുമ്പോഴും അവരും കൃത്യമായിട്ട് പറഞ്ഞ് അവരെയും കൺവിൻസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഏറ്റവും വലിയ പ്രോപ്പർ ആയിട്ടുള്ള വഴി കൂടിയാണ് ഇപ്പൊ ശശി തരൂരും സംഘവും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ എതിർത്ത് ഇവിടെ പറഞ്ഞ് സ്വയം ഇളിഭ്യരാകുന്നതിനേക്കാൾ നല്ലത് അവരോടൊപ്പം ചേർന്നിട്ട് രാഷ്ട്രീയം സംസാരിക്കേണ്ടത് സംസാരിക്കുക. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് രാഷ്ട്രീയം കുത്തിക്കലർത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് അത് മനസ്സിലാകും. രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയമാകുമ്പോൾ സംസാരിക്കാം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംസാരിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റവും വലിയ രാഷ്ട്രീയം അതാണ്. അത് മനസ്സിലാക്കുന്നില്ല. ഇത് ഒന്ന് മനസ്സിലാക്കുക. സ്വാതന്ത്ര്യം നേടിത്തരാൻ ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് ആലോചിക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയം കളിക്കാതെ, ഇവിടെ മഹാത്മാഗാന്ധി പോലും ഇപ്പോൾ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വടിയെടുത്ത് അടിച്ചതിനുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.